PRS തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടർന്നാൽ കേരളം വീണ്ടും കർഷക ആത്മഹത്യകളുടെ വാർത്തകളാൽ നിറയും. നെല്ല് കർഷകർ ജീവിതത്തിനും കടലിനും നടുവിലാണിപ്പോൾ. നെല്ല് കൊയ്തു നൽകിയിട്ടും പണമില്ലാത്ത അവസ്ഥ. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ലിന്റെ വില കാനറ ബാങ്കും SBIയുമാണ് കർഷകർക്ക് നൽകുന്നത്. എന്നാൽ വായ്പയുടെ പലിശ കൂട്ടാൻ കാനറ ബാങ്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബാങ്ക് വഴിയുള്ള വില വിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഈ സാങ്കേതികത്വത്തിൽ കുടുങ്ങി നരക കയത്തിലാവുകയാണ് കേരളത്തിലെ കർഷക സമൂഹം. പാലക്കാടും തൃശൂരും കുട്ടനാടുമെല്ലാം ആശങ്ക ശക്തമാണ്. കേരളത്തിന്റെ നെല്ലറകൾ വലിയ പ്രതിസന്ധിയിലാണ്. അതിനിടെ നെല്ലിന്റെ വില നൽകാൻ ഗ്രാമീൺ ബാങ്കിനെ ചുമതലപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നതായും സൂചനയുണ്ട്. നെല്ല് സംഭരിച്ച റെസീറ്റ് ഷീറ്റ് സ്വീകരിച്ച് 9% പലിശയ്ക്ക് വായ്പയായിട്ടാണ് ബാങ്കുകൾ കർഷകർക്ക് പണം കൈമാറുന്നത്. പലിശ പിന്നീട് സംസ്ഥാന സർക്കാർ ബാങ്കുകൾക്ക് നൽകും. ഇത് 9.5% വർദ്ധിപ്പിക്കണമെന്നാണ് കാനറ ബാങ്ക് ആവശ്യപ്പെട്ടത്. എന്നാൽ പലിശ വർധനവ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സർക്കാരും. നെല്ല് സംരംഭിക്കുമ്പോൾ മില്ലുകൾ കർഷകർക്ക് നൽകുന്ന രസീതാണ് PRS. നെല്ല് സംഭരണം ആരംഭിച്ചപ്പോൾ മില്ലുടമകൾ അധിക കിഴിവ് ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഇതും നെല്ല് സംഭരണത്തെ പ്രതിസന്ധിയിലാക്കി. കൃഷിമന്ത്രി P. പ്രസാദിന്റെ അടിയന്തര നടപടി ഈ വിഷയത്തിൽ അനിവാര്യതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാലേ ഇതിനെല്ലാം പരിഹാരം കാണുവെന്ന് കരുതുന്നവരാണ് കർഷകരിൽ ഭൂരിഭാഗവും. കേന്ദ്ര സർക്കാരും ഇവർക്ക് അനുകൂലമായി തിരിയേണ്ട സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. സർക്കാർ നിശ്ചയിച്ച മില്ലുകാർ നെല്ല് സംഭരണത്തിന് തയ്യാറാകാത്തതോടെ പലയിടങ്ങളിലും സംഭരണം മുടങ്ങി. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് സംഭരണം പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ പ്രതിസന്ധി. പല മില്ലുകാരും ബോധപൂർവം നെല്ല് സംഭരണത്തിന് ശേഷം PRS നൽകാൻ വൈകിപ്പിക്കുന്നതായിട്ടാണ് കർഷകർ പറയുന്നത്. നെല്ല് സംഭരിച്ചു പോയി ഒരാഴ്ചയിലേറെയായി കഴിയുമ്പോഴാണ് ചില മില്ലുകാർ PRS നൽകുന്നത്. PRS ലഭിക്കാൻ വൈകുന്നതോടെ നെല്ല് നൽകിയതിന്റെ മുൻഗണന കർഷകർക്ക് നഷ്ടപ്പെടും. മില്ലുകാർ നൽകുന്ന PRS രസീത് പാടശേഖര സമിതിയാണ് സപ്ലൈകോയിൽ എത്തിക്കുന്നത്. നെല്ല് സംഭരണത്തിന്റെ തുക വൈകാതെ കർഷകർക്ക് ഉടൻ തന്നെ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ പണം ലഭിക്കാതെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ കടന്നുപോകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുചേർന്നാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട തുക കർഷകർക്ക് നൽകുന്നത്. കാനറ ബാങ്കും SBI വഴിയാണ് കാശ് നൽകിയിരുന്നത്. മാർച്ച് 31-ന് കാനറ ബാങ്കുമായുള്ള കരാർ അവസാനിച്ചിരുന്നു. എന്നാൽ പലിശ സംബന്ധിച്ച് ബാങ്കുമായി നിലനിൽക്കുന്നതിനാൽ കരാർ ഇതുവരെ പുതുക്കിയിട്ടില്ല. ഇതിനാലാണ് ബാങ്ക് PRS നൽകാനുള്ള നടപടികൾ വൈകിപ്പിക്കാൻ കാരണം. SBI മുഖേന നിലവിൽ നെല്ലിന്റെ വില നൽകുന്നുണ്ട്. എന്നാൽ SBIയുമായുള്ള കരാറിന്റെ കാലാവധിയും വൈകാതെ അവസാനിക്കാനിരിക്കെ വിഷയത്തിൽ തീരുമാനം വൈകിയാൽ കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകും.